ഒരു വശത്ത് പരീക്ഷാ മാഫികളെ വെറുതെ വിടില്ല എന്ന് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ സന്ദേശങ്ങൾ വരുന്നു. മറുവശത്ത് പരീക്ഷാ ചോർച്ചയ്ക്കെതിരെയുള്ള ഭേദഗതി ബില്ലുകൾ സഭ ഒന്നടങ്കം പാസാക്കുന്നു. എന്നാൽ ഇതേ പരീക്ഷാ തട്ടിപ്പിനെതിരെ നീതി തേടി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളുടെ ചോര വീണപ്പോൾ ഡൽഹി പോലീസിന്റെ ലാത്തി ചാർജിനും പെല്ലറ്റ് തോക്കുകൾക്കും ഉത്തരം പറയേണ്ട ആഭ്യന്തരമന്ത്രി എവിടെ പോയി? പാർലമെന്റ് മന്ദിരത്തിലെ സ്വന്തം ഓഫീസിൽ വന്നിട്ടും ലോകസഭയുടെ ഫ്ലോറിലേക്ക് വരാൻ ധൈര്യമില്ലാതെ മുങ്ങി നടക്കുന്ന അമിത്ഷായുടെ രാഷ്ട്രീയ ഗതികേടാണ് ഇന്ന് രാജ്യം കാണുന്നത്. നീറ്റ് പരീക്ഷാ വിവാദവും തുടർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചയും രാജ്യത്തെ ഉലച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാക്കിയ നാണക്കേട് മറയ്ക്കാൻ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കൊണ്ടുവന്ന് മുഖം രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ കിണഞ്ഞു ശ്രമിക്കുകയാണ്. ഈ ബില്ല് പാസ്സായതോടെ പരീക്ഷാ സംവിധാനം സുതാര്യമായെന്നും ടാക്സ് ഫോഴ്സുകളും അതിവേഗ കോടതികളും വഴി പരീക്ഷാ മാഫികളെ അടിച്ചമർത്താമെന്നും സോഷ്യൽ മീഡിയയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ഗമയിൽ വിളിച്ചു പറയുന്നുണ്ട്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്ന ബില്ലും ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലും ഒക്കെയായി സഭയിലെ അജണ്ടകൾ പൂർത്തിയാക്കാൻ ഭരണപക്ഷം വെമ്പൽ കൊള്ളുമ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഭാവി തകർന്ന കുഞ്ഞുങ്ങൾക്ക് നേരെ പോലീസ് അതിക്രമം അഴിച്ചുവിട്ടപ്പോൾ അമിത്ഷാ എവിടെയെന്ന്. മുൻപൊക്കെ ഏതൊരു പ്രക്ഷോഭത്തെയും ഒറ്റമൂലി കൊണ്ട് അടിച്ചമർത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കഴിഞ്ഞിരുന്നു. അത് CA പ്രക്ഷോഭമാവട്ടെ, കർഷക സമരമാവട്ടെ, സഭയിൽ എഴുന്നേറ്റ് നിന്ന് ഇവർ രാജ്യവിരുദ്ധരാണ്, വിദേശ ഫണ്ട് വാങ്ങുന്ന അർബൻ നക്സലുകളാണെന്ന് ആക്രോശിച്ച പോലീസിന്റെ എല്ലാ ക്രൂരതകളും ന്യായീകരിക്കാൻ അമിത്ഷായ്ക്ക് വളരെ എളുപ്പമായിരുന്നു. എന്നാൽ ഇന്ന് ജന്തർ മെന്തറിലും തെരുവുകളിലും ലാത്തിയും പെല്ലറ്റ് തോക്കുകളും നേരിടേണ്ടി വന്നത് അമിത്ഷാ പതിവായി അന്യരായി ചാപ്പകുത്താറുള്ള ആളുകൾക്കല്ല. അവർ BJPക്ക് വോട്ട് ചെയ്യുന്ന അപ്പർ മിഡിൽ ക്ലാസ്സിലെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്കാണ്. ആ കുട്ടികൾക്ക് നേരെ ആണി തറച്ച ലാത്തി വീശുമ്പോൾ, കാഴ്ച നഷ്ടപ്പെടുത്തുന്ന പെല്ലറ്റുകൾ പായുമ്പോൾ മുറിവേറ്റത് അമിത്ഷയുടെ സ്വന്തം വോട്ട് ബാങ്കിനാണ്. അവരെ അർബൻ നക്സലുകൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് കഴിയില്ല. അങ്ങനെ വിളിച്ചാൽ ചോരുന്നത് സ്വന്തം പാർട്ടിത്തറ തന്നെയാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധിയും വിദ്യാസഖ്യവും ചേർന്ന് അമിത്ഷായെ കൃത്യമായ ഒരു രാഷ്ട്രീയ ചെക്ക്മേറ്റിൽ പൂട്ടിയിരിക്കുന്നത്. ഡൽഹി പോലീസ് നേരിട്ട് വരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. സമരം ചെയ്ത കുഞ്ഞുങ്ങൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കാൻ അമിത്ഷാ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. ഇനി അനുമതിയില്ലാതെയാണ് പോലീസ് ഇത് ചെയ്തതെങ്കിൽ ആഭ്യന്തരമന്ത്രി ആ കസാരയിലിരിക്കാൻ അയോഗ്യനാണ്. ഇതിലേതുത്തരം പറഞ്ഞാലും കുടുങ്ങുമെന്നതുകൊണ്ടാണ് പാർലമെന്റിൽ വന്നിട്ടും സഭയ്ക്കുള്ളിലേക്ക് കയറാതെ അമിത്ഷാ മാറിയിരിക്കുന്നത്. ഈ ഒളിച്ചുകളിക്ക് മുന്നിൽ അമിത്ഷയെ വിടാതെ പിന്തുടരുകയാണ് പ്രതിപക്ഷം. സഭയ്ക്ക് പുറത്ത് കവാടത്തിൽ സംയുക്ത പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനോടൊപ്പം സഭയ്ക്കുള്ളിൽ അയോധ്യ രാമക്ഷേത്ര ഭണ്ഡാരവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ചർച്ച ചെയ്യണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെടുന്നു. മറുവശത്ത് രാജ്യസഭയിൽ സർവകലാശാലകളിൽ മനുസ്മൃതി പഠിപ്പിക്കുന്നതിനെതിരെ മല്ലികാർജുൻ ഖാർഗെ ആഞ്ഞടിക്കുമ്പോൾ മുൻ BJP പ്രസിഡന്റ് JP നദ്ദയ്ക്ക് പ്രതിരോധത്തിലാകേണ്ടി വരുന്നു. തന്റെ ഔട്ട്ഫിറ്റിനെ കുറിച്ചും ധരിക്കുന്ന ആസാം ധോത്തിയെക്കുറിച്ചും ചോദിക്കുന്ന ചില മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിരിച്ചു വഴുതി മാറാൻ അമിത്ഷായ്ക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ തെരുവിൽ ലാത്തിയടിയേറ്റ കുട്ടികളുടെ മാതാപിതാക്കളുടെ കണ്ണീരിനു മുന്നിൽ ആ വീരവാദങ്ങളൊന്നും വിലപ്പോവില്ല. പ്രധാനമന്ത്രി ഇന്റർനെറ്റിൽ വീഡിയോ പോസ്റ്റ് ചെയ്തും പാർലമെന്റിൽ തട്ടിക്കൂട്ടിയ ബില്ലുകൾ പാസാക്കിയും മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം ഭരണകൂടത്തിന്റെ ക്രൂരതകളെയാണ്. എന്നാൽ അമിത്ഷാ എവിടെ എന്ന ഒറ്റ ചോദ്യത്തിലൂടെ പ്രതിപക്ഷം തുറന്നു കാട്ടുന്നത് സ്വന്തം വോട്ട് ബാങ്കിന്റെ അമർഷത്തിനു മുന്നിൽ ഉത്തരം പറയാൻ ധൈര്യമില്ലാതെ മുങ്ങി നടക്കുന്ന ഒരു ആഭ്യന്തര മന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും കടുത്ത ഗതികേട് തന്നെയാണ്.